ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നതിനിടെ സഹായ അഭ്യർത്ഥനയുമായി ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ. മേഖലയിൽ ഉടനീളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ നിന്നായി 18ലധികം അടിയന്തര സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതായി ഓൾ ഇന്ത്യ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷൻ അറിയിച്ചു. ഭീതിയിലും അരക്ഷിതാവസ്ഥയിലുമാണെന്നും അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യമെന്ന് എയിംസ് അറിയിച്ചു. ദർവാസെ ഷിറാസിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് 32 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ കെട്ടിടങ്ങളുടെ ബേസ്മെന്റിൽ അഭയം തേടിയിരിക്കുകയാണ്. മാർച്ച് 7 മുതൽ ഇവരിൽ നിന്നുള്ള ആശങ്ക രേഖപ്പെടുത്തിയുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് എയിംസ് അറിയിച്ചു. ഷിറാസിൽ സ്ഫോടനങ്ങൾ കേട്ടതായി വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. കൊർമാനിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം ലഭ്യമാകുന്നില്ല എന്ന അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ്, ഷാഹിദ് ബൈഷദി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉടൻ ഇടപെടണമെന്നും അടിയന്തരമായി അവരെ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും എയിംസ് പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് റോമാൻ ഖാൻ ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ യുദ്ധവും അതിനെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാക്കി. തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 രൂപയിലെത്തി. കഴിഞ്ഞയാഴ്ച രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിലായി 92.31 രൂപയിലെത്തിയിരുന്നു. നിലവിൽ ഈ റെക്കോർഡ് തകർച്ചയ്ക്ക് തൊട്ടടുത്താണുള്ളത്. ഇറാൻ യുദ്ധവും ഇതിനു പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതുമാണ് വിപണിയെ പിടിച്ചുലച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $110 നിലവിൽ ക്രൂഡ് ഓയിൽ വില. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലും തിങ്കളാഴ്ച വൻ തകർച്ചയാണ് നേരിട്ടത്. ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ തുടരുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ 28% വർധനവാണ് ഉണ്ടായത്.